പറവൂർ നഗരസഭ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 3 ടേമായി ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തിനിടയിൽ എന്താണ് സംഭവിച്ചത്? പറവൂര് പോലുള്ളൊരു സ്ഥലത്തിന് വികസനത്തിന്റെ രംഗത്തോ അല്ലെങ്കിൽ ഒരു നഗരത്തിന്റെ പൊതുവായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയോ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യക്ഷനും പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇവിടെ ഒരു ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്ന കേരളത്തിലെ LDFന്റെ ഗവൺമെന്റാണ്. ഇന്ന് ഈ കാണുന്ന പറവൂരിന്റെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാവുന്ന കാര്യങ്ങളെല്ലാം ഈ അലിവക്കീൽ ചെയർമാനായിരുന്ന കാലത്ത് പറവൂരിനുണ്ടായതാണ്. അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ പറവൂരിലാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവായത് ETMലാണെങ്കിൽ പോലും അതിന് മുമ്പുള്ള കാലത്ത് അദ്ദേഹം MLA ആയിരുന്നല്ലോ. തുടർച്ചയായി അവരുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് കാലത്ത് എന്താ പറവൂരിലേക്ക് കൊണ്ടുവന്ന് പ്രത്യക്ഷമായി എടുത്തു പറയാൻ പറ്റിയ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു വെച്ചാൽ പ്രാദേശിക വികസനത്തിലും പ്രാദേശിക അല്ലാത്ത പൊതുവായിട്ടുള്ള ഒരു മണ്ഡലം വികസനത്തിന്റെ അകത്ത് ആ വികസന കാര്യത്തിൽ വളരെ ഗുരുതരമായ കുറ്റകരമായ വീഴ്ചയാണ് വാസ്തവത്തിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. KA വിദ്യാനന്ദൻ അധ്യക്ഷനായി. ഇപ്പോഴത്തെ 15 വർഷത്തിന് ശേഷം ഇപ്പോഴത്തെ പറവൂരും ജനജീവിതവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ പറവൂർ നിവാസികൾ തയ്യാറാകണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഭരിക്കുന്ന ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാകണം. ഓരോ പ്രദേശവും വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള നാനാതരത്തിലുള്ള നിലപാടുകളാണ് ഭരിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ടത്. പക്ഷെ കോൺഗ്രസ് ഈ 15 വർഷക്കാലവും ഈ പ്രദേശത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് എടുത്ത നിലപാടുകളെ സംബന്ധിച്ച് ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടതാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം S. ശർമ്മ, CPI ജില്ലാ കമ്മിറ്റി അംഗം ഡിവിൻ K. ദിനകരൻ, കോൺഗ്രസ് S ജില്ലാ വൈസ് പ്രസിഡന്റ് NI പൗലോസ്, CPM പറവൂർ ഏരിയ സെക്രട്ടറി TV നിതിൻ, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജേക്കബ് ജോർജ്, LDF മണ്ഡലം കൺവീനർ PN സന്തോഷ്, ടോബി മാമ്പിള്ളി, KJ ഷൈൻ, S. ശ്രീകുമാരി, K. സുധാകരപിള്ള എന്നിവർ സംസാരിച്ചു. നഗരസഭയിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വിപുലമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.